റിജിൽ മാക്കുറ്റി, ഇവിടെ എപ്പോഴാണ് കണ്ണൂർ മണ്ഡലത്തിൽ റിജിൽ മാക്കുറ്റി സ്ഥാനാർത്ഥിയായിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുക? ഹാഷ്മി, പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പാർട്ടി സ്ഥാനാർത്ഥി ഉചിതമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ വെയിറ്റ് ചെയ്താൽ മതി. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അല്ല, റിജിൽ എന്താ കുറവ്? സ്ഥാനാർത്ഥി നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ, ഒരുപാട് സമരങ്ങൾ പങ്കെടുത്ത ആൾ, ഒരുപാട് അടികൊണ്ട ആൾ, എന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ആൾ. എന്താ കുറവെന്ന് റിജിൽ? ശ്രീ ഹാഷ്മി, ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെ ആപ്റ്റായ സ്ഥാനാർത്ഥികളെ പാർട്ടി കണ്ടെത്തും. കണ്ണൂരും സ്ഥാനാർത്ഥി വരും, അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനെപ്പറ്റി ബേജാറാവേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മറ്റ് പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഏറ്റവും കഴിവുറ്റ നല്ല സ്ഥാനാർത്ഥികൾ അവിടെ കടന്നു വരുന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വരും. അപ്പോൾ റിജിൽ മാക്കുറ്റി അല്ലെങ്കിൽ മറ്റ് ആൾ എന്നല്ല, വ്യക്തിക്കല്ല പ്രാധാന്യം, പാർട്ടി എടുക്കുന്ന തീരുമാനത്തിലാണ്. ആ പാർട്ടി ആരെ പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമനായ പ്രവർത്തകൻ എന്നുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തന രീതി എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതോടൊപ്പം ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. തലശ്ശേരിയിൽ ഇവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാ? ഇവർ പല കാര്യങ്ങൾ ചെയ്തു, ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഇത്രയൊക്കെ പാലും തേനും ഒഴിക്കെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവേണ്ട ചോദ്യത്തിൽ ഉത്തരവില്ല. ഞങ്ങളെ അങ്ങനെയാക്കി, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ ചോദിക്കുന്നു ഒറ്റ കാര്യം കൂടി. പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി. കണ്ണൂരിൽ ഒരു വ്യവസായ സ്ഥാപനം, ഒരു 10 ആൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറിയ ഈ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ, അതോടൊപ്പം തന്നെ CPMന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ സ്വന്തം ജില്ലയിൽ തലശ്ശേരി സ്ഥാനാർത്ഥി കാരായി രാജൻ തലശ്ശേരി വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുക ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ പോയ കേസിനകത്ത് ഗൂഢാലോചന നേതാവിനെയാണ് എന്നിട്ട് വെച്ചത്. നിങ്ങൾ നോക്കൂ. അല്ല, ഒരു കാര്യം, സമയം അവസാന ഘട്ടമായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. റിജിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കാരായി രാജേട്ടനെ പോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ അവമതിച്ചാൽ എത്ര ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളീ പറയുന്ന ഫസലിൻ്റെ സഹോദരൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടാകും. അവിടെ നാടിനറിയാം ഓരോരുത്തരുടെയും പ്രവർത്തന രീതി എന്തെന്ന്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയും നിങ്ങളുടെ 5 വർഷക്കാലത്തെയും ഭരണത്തെ താരതമ്യം ചെയ്യുന്നത് അങ്ങേയറ്റത്തെ സന്തോഷം, അത് ഓർമ്മപ്പെടുത്തലാണ് ആവശ്യം. എന്റെ സുഹൃത്തെ, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വ്യവസായവും ആരോഗ്യവും വിദ്യാഭ്യാസവും ടൂറിസവും ഈ പേരാമ്പ്ര ഉൾപ്പെടെ ഞങ്ങൾ ഇപ്പൊ തൂക്കാൻ പോവാ. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശഭരണ സ്ഥാപനത്തിലൊക്കെ ചെറിയ വിജയം ഉണ്ടായിട്ടുണ്ട്. കൊയിലാണ്ടിയും നാദാപുരം ഉൾപ്പെടെ ഞങ്ങൾ വിജയിക്കാൻ പോവാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.